പ്രധാനമായും മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കേണ്ടതായി വന്നിട്ടുള്ളത്. നിരന്തരം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരം കൗൺസിലിലും അതുപോലെ തന്നെ പത്രക്കുറിപ്പും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുള്ളതുമാണ്. എന്നാൽ വലിയ എന്തോ ഒരു അഴിമതി നടന്ന രീതിയിൽ ഒരു വല്ലാത്തൊരു പ്രചരണം ചില ചാനലുകളുടെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കേണ്ടി വന്നിട്ടുള്ളത്. അവിടെ ഒരിക്കലും ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിട്ടില്ല. ഉദ്ഘാടനം കെങ്കേമമായി നടന്നു, പ്രവൃത്തി പൂർത്തീകരിച്ചു, ഒരു കാറ് പോലും കയറുന്നില്ല, കോടികളുടെ അഴിമതി എന്നുള്ള രീതിയിലുള്ള പ്രചരണം. അത് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം. കാരണം ജനാധിപത്യത്തിലെ മൂന്നാം തൂണെന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ ഇവിടെ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുക, സത്യസന്ധമായ വാർത്തകൾ നൽകി അവരെ പ്രബുദ്ധരാക്കുക എന്നുള്ള ഒരു പരമപ്രധാനമായ ലക്ഷ്യമാണ് മാധ്യമങ്ങൾക്കുള്ളത്. എന്നാൽ അത്തരം മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകളുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സത്യസന്ധമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വീണ്ടും ഇതേ വിഷയത്തിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കണ്ണൂർ നഗരത്തിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതായിട്ടാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ലത മേയറായ സമയത്ത് അമൃത് പദ്ധതിയിൽപ്പെടുത്തി സ്റ്റേഡിയം റോഡ് അതുപോലെ ബാങ്ക് റോഡ് എന്നീ സ്ഥലങ്ങളിൽ 2 മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റം ആരംഭിക്കാൻ തീരുമാനിച്ചു. കിറ്റ്കോ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇതുമായി ബന്ധപ്പെട്ട DPR ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നീട് ടെൻഡർ വിളിച്ചപ്പോൾ പൂനെ ആസ്ഥാനമായിട്ടുള്ള അഡിസോക് ടെക്നോളജി എന്ന കമ്പനിയാണ് ടെൻഡർ വിളിച്ചെടുത്തിട്ടുമുള്ളത്. എന്നാൽ പ്രവൃത്തി തുടങ്ങാൻ 2018 ഈ പറഞ്ഞതുപോലെ അതിൻ്റെ തീരുമാനമൊക്കെ ആയെങ്കിലും 2020 എഗ്രിമെൻ്റ് വെക്കാൻ സാധിച്ചത്. പ്രധാനമായും ഈ 2 പ്രവൃത്തി തുടങ്ങേണ്ട സ്ഥലങ്ങളിലുള്ള ബങ്കുകൾ മാറ്റം ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുപോലെ BSNL ഒപ്റ്റിക്കൽ ഫൈബർ ഡക്റ്റുകൾ അത് മാറ്റേണ്ടതായൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ കാലതാമസം, അതോടൊപ്പം കൊറോണ എന്ന മഹാമാരി കാരണമൊക്കെ ഉണ്ടായ താമസം കാരണമാണ് പ്രവൃത്തി 2020 തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത്. 2 സ്ഥലങ്ങളിലുമായി 155 കാറുകൾ പാർക്കിംഗ് ചെയ്യുന്നുള്ള സംവിധാനമാണ് നമ്മളവിടെ ഒരുക്കിയിട്ടുമുള്ളത്. എല്ലാ കാര്യങ്ങളും ഫയർ ആൻഡ് സേഫ്റ്റി ആവശ്യമായ ടാങ്കുകളുടെ നിർമ്മാണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് 80% സിവിൽ മെക്കാനിക്കൽ വർക്കുകൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ബാക്കിയായിട്ടുള്ളത് ആകെ ഇലക്ട്രിക്കൽ പ്രവൃത്തി മാത്രമാണ്. ഇതിൽ പ്രധാനമായ വിഷയം വന്നത് ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡിസൈൻ കിറ്റ്കോ തയ്യാറാക്കിയ ഡിസൈനുമായി DPRുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉള്ള നോംസ് അത് പ്രകാരമുള്ള പല ഐറ്റംസിൻ്റെയും മാറ്റങ്ങൾ, അതുപോലെ ജനറേറ്റർ പോലുള്ള സംവിധാനങ്ങളുടെ കപ്പാസിറ്റിയിലൊക്കെ വന്ന മാറ്റം, അത് കാരണം നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള NOC ലഭിച്ചില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിനെ അയക്കുകയും അതനുസരിച്ച് REക്ക് അനുമതി ലഭിക്കുന്നതിനുള്ള കാലതാമസം ഏതാണ്ട് നമ്മൾ കൗൺസിൽ തീരുമാനിച്ചു, ബന്ധപ്പെട്ട പാനൽ എഞ്ചിനുമായി ചർച്ച ചെയ്തു, റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് കൊടുത്തു. 8 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഒരുപാട് മീറ്റിങ്ങുകൾ, അതിനായി മാത്രം തിരുവനന്തപുരത്തേക്ക് ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് അവസാനം NOC ലഭിച്ചിട്ടുള്ളത്. 18/12/2024 അതിനെ നമുക്ക് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് അംഗീകാരം ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഉടനെ ബന്ധപ്പെട്ട അഡിസോക് കമ്പനിക്ക് കത്ത് നൽകുകയും പ്രവൃത്തി പുനരാരംഭിക്കുന്നതിനുള്ള, അതിനിടയിൽ കാലാവധി കഴിഞ്ഞു, പ്രവൃത്തി പുനരാരംഭിക്കുന്നതിനുള്ള സപ്ലിമെൻ്ററി എഗ്രിമെൻ്റ് വെച്ചു, പ്രവൃത്തി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇടയിലാണ് ഇത്തരം തെറ്റായ വാർത്തകൾ വരുന്നത്. നിലവിൽ കോൺട്രാക്ടറിൽ നിന്ന് കൃത്യമായി ഓരോ ബില്ല് കൊടുക്കുമ്പോഴും 2.5% വെച്ച് റിട്ടേൺസിന് എമൗണ്ട് പിടിക്കുന്നുണ്ട്. അത് പ്രവൃത്തിയുടെ ട്രയൽ റണ്ണ്, മെക്കാനിക്കൽ പ്രവൃത്തി പൂർത്തിയായപ്പോൾ ഉള്ള ഒരു ട്രയൽ റണ്ണ് മാത്രമാണ് 2023 മെയ് മാസം നടത്തിയിട്ടുള്ളത്. അപ്പോൾ
അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കെ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ, അതൊക്കെ ചാനലിൻ്റെ പേര് പറയാൻ തന്നെ മടിയില്ല എന്നുള്ളതാണ്. കാരണം റിപ്പോർട്ടർ ചാനൽ വളരെ മോശമായ വാർത്തയാണ് വന്നത്. എനിക്ക് തോന്നുന്നു വളരെ മുമ്പ് എടുത്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് വളരെ കോർപ്പറേഷനെ വളരെ മോശമാക്കുന്ന രീതിയിൽ വളരെ കെടുകാര്യസ്ഥതയും അതുപോലെ വൻ അഴിമതിയും നടന്നു എന്നുള്ള രീതിയിലാണ് ഇത്തരം പ്രചരണങ്ങൾ അയച്ചു കൊടുക്കുന്നത്. ഒരു വികസന പ്രവർത്തനങ്ങൾ അത് വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ DPR തയ്യാറാക്കുന്നത് വ്യത്യസ്ത ഏജൻസികളാണ്. അത് ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ച ഏജൻസികളായിരിക്കും. അതൊക്കെ അനുസരിച്ചാണ് ഫണ്ട് വെച്ചും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ അഴിമതിയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇവിടുത്തെ ഭരണ സംവിധാനത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതിന് ഇടയാക്കുമെന്നുള്ളതാണ്. ഇവിടെ തദ്ദേശ സ്ഥാപന സർക്കാരുകളായാലും തദ്ദേശ ഗവൺമെൻറ്റുകളായാലും ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ വികസന ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും ഊർജിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ കർത്തവ്യം. അതുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാകും. അത് സാധാരണയാണ്. പക്ഷേ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള വാർത്തകൾ വരുന്നത് വളരെ ഖേദകരമാണ്. ഏതായാലും അത്തരം ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഒരിക്കലും ഒരു ഉദ്ഘാടന കർമ്മം കഴിയാത്ത ആ പദ്ധതിയെ ഉദ്ഘാടനം കഴിഞ്ഞു എന്നും ഒരു വാഹനം പോലും കയറ്റാൻ സാധിക്കുന്നില്ല എന്നും ഉള്ള തെറ്റായ വാർത്തകൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് അത് വലിയ മറ്റുള്ള മാധ്യമങ്ങൾക്ക് ഇത്തരം മാധ്യമങ്ങളുടെ പ്രവൃത്തികൾ വലിയ ദോഷമാണ് ഉണ്ടാകുന്നത്. ഇനിയും അത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് നിയമ നടപടിയുമായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു മാധ്യമം റിപ്പോർട്ടർ ചാനലിൽ അവർ വളരെ ആവേശത്തോടു കൂടിയാണ് ഇത്തരം വാർത്തകൾ പറഞ്ഞിട്ടുള്ളത്. സാധാരണ ആളുകൾ ചാനൽ കാണുമ്പോൾ എല്ലാവരും സത്യസന്ധമായ വാർത്തയാണ് എന്നാണ് തെറ്റിദ്ധരിക്കുക. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് പണം മുഴുവൻ കൊടുത്തു എന്നും അതോടൊപ്പം തന്നെ പണി പൂർത്തിയാകാത്തതും പൂർത്തിയായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞു എന്നും പണം പൂർത്തിയായി കൊടുത്തു എന്നുള്ളതും. ഒരു പണി പൂർത്തിയാകുന്നതിന് മുന്നേ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ പണം കൊടുക്കാൻ പറ്റില്ല എന്ന് പോലും തിരിച്ചറിയാതെയാണ് ആ മാധ്യമ പ്രവർത്തക അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതൊരു ശരിയായ വാർത്തയല്ല എന്ന് മാത്രമല്ല, ഇത് തുടങ്ങിയിട്ട് തന്നെ ഇതിൻ്റെ ഡിലേ വന്നത് എവിടെയാണ്? അവരിപ്പോൾ നമുക്ക് റിപ്പോർട്ടർ ചാനലിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ജോലി എന്താണെന്ന് പൊതുസമൂഹത്തിന് ശരിക്കും മനസ്സിലായതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് ഏതെല്ലാം തരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആ ഭരണത്തിന് അനുകൂലമായിക്കൊണ്ടും അത് പ്രതിപക്ഷത്തിനെതിരെ എന്തൊക്കെ കിട്ടാൻ പറ്റുമോ ആ തരത്തിൽ ആ ഒരു UDF സംവിധാനത്തിനെതിരെ കിട്ടിയ ഒരു വാർത്തയായിട്ടാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. അതോടൊപ്പം നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഡിലേ അത് അവരെവിടെയും പറഞ്ഞില്ല. അത്ര സത്യസന്ധമായ ഒരു വാർത്ത കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് ഡിലേ വന്നു എന്ന് ഇവിടെ വന്ന് അന്വേഷിക്കുന്നതിന് പകരം ആരോ എപ്പോഴോ കൊടുത്ത ഒരു വാർത്തയാണ് അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇതിലുള്ള ഡിലേ വന്നിരിക്കുന്നത് നമ്മളെ സർക്കാരിൻ്റെ അംഗീകാരത്തിന് പോയതുകൊണ്ടാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുകയും പക്ഷേ സ്വതന്ത്രമായി ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ളത്. നമ്മൾ എന്തിനും ഏതിനും ഒരു റിപ്പോർട്ടിന് ഒരു അംഗീകാരത്തിന് വേണ്ടി സർക്കാരിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് വരുന്ന ഡിലേ അത് എത്രമാത്രം നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത് പോലും പൊതുജനത്തിന് പോലും അത് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് പൊതുജനങ്ങളെ ഒന്ന് അറിയിക്കണം എന്നുള്ളതാണ്. 8 മാസത്തോളം വന്ന ഡിലേ എന്ന് പറയുന്നത് വലിയ ഡിലേ തന്നെയാണ്. അത് മാത്രമല്ല, ഇത്തരം ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിങ് നല്ലതല്ല, അത് തെറ്റാണ് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു ഈ മൾട്ടി ലെവൽ കാർ പാർക്കിങ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അത് ആരംഭിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ അത് നല്ല വാർത്തകൾ വന്നാലാണ് അത് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി അത്തരം പദ്ധതികൾ ഏറ്റെടുക്കുക. ഇത് ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കും ഇതൊരു പേടിയായി മാറും. അപ്പോൾ ഇത്തരം സംവിധാനത്തിലേക്ക് അവരിന്ന് പിൻവലിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി അവർ ഓർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് തെറ്റായ നമ്മളെ ഒരു UDF ഭരണ സംവിധാനം കേരളത്തിൽ ആകെയുള്ള
ഒരു കോർപ്പറേഷനിലുള്ള UDFൻ്റെ ഭരണത്തിനെതിരെ നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ സമ്മർദ്ദത്തിലാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ നമുക്ക് ഇന്നേ വരെ ലഭിക്കുന്നില്ല. അതിൻ്റെ ഒരു റിസൾട്ടും നമുക്ക് ഇപ്പോൾ കാണാനുണ്ട്. എന്തായാലും എന്ത് പ്രതിരോധം ഉണ്ടായിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ നല്ല ഒരു ഭരണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ തെറ്റായ പ്രചരണം കൊടുക്കുന്നത് നമുക്ക് എന്തായാലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് ഏത് മേഖലയിലായാലും. അത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നമുക്കറിയാലോ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ മുഴുവൻ വീടുകളിലും സൗജന്യമായിട്ടാണ് കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്നത്. കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഒരു കുടിവെള്ള കണക്ഷൻ കൊടുക്കുമ്പോൾ റോഡുകൾ പൊട്ടിപ്പൊളിക്കേണ്ടതായി വരും. അതിൻ്റെ ഉത്തരവാദിത്വം പോലും ബാധ്യത ഏറ്റെടുക്കാൻ ഒരു ലോക്കൽ ബോഡിയും തയ്യാറാകാതിരുന്നപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ അത് ഒരു ഇച്ഛാശക്തിയോട് കൂടിയാണ് ആ പദ്ധതി ഏറ്റെടുത്തിട്ട് ഇന്നത് പൂർത്തീകരണത്തിലെത്തിയിരിക്കുക. അങ്ങനെ എല്ലാ കാര്യത്തിലും ഈ ഒരു ശൈശവാവസ്ഥയിൽ കിടക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ നല്ല രീതിയിലുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇവിടെ പ്രതിപക്ഷം പോലും നമ്മളെ ഭരണസമിതിക്കെതിരെ ഒരു മോശമായ വിമർശനം ഒരു കാലത്ത് ഉന്നയിച്ചിട്ടില്ല. അവർ ഈ ഇടെയാണ് ഇപ്പോൾ അവരൊരു വിമർശനവും തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുമ്പോഴാണ് അവരൊരു വിമർശനവുമായിട്ട് മുന്നോട്ട് വരുന്നത് തന്നെ. അപ്പോൾ എത്ര നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷം LDFൻ്റെ ആളുകൾക്ക് പോലും അറിയാം. അത്രമാത്രം നല്ല രീതിയിലുള്ള ഒരു ഭരണ സംവിധാനവുമായി മുന്നോട്ട് പോകുമ്പോൾ തെറ്റായ പ്രചരണം ഒരു വാർത്താ മാധ്യമത്തിൽ തന്നെ വരിക എന്ന് പറയുന്നത് അത് ഒരു ഭരണ സംവിധാനത്തിനെതിരെ അത് ഒരു അന്വേഷണവും നടത്താതെ ചെയ്യുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം ഇത്തരം ഒരു സംവിധാനം ഈ മാധ്യമർ അവർക്ക് എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തരുതല്ലോ. കാരണം സത്യസന്ധമായ വാർത്ത കൊടുക്കുന്നതിൽ ആരും എതിരല്ല. പക്ഷേ തികച്ചും തെറ്റായ വാർത്ത ഒരു ശതമാനം പോലും അവരന്ന് പറഞ്ഞതിൽ ശരിയായ വാർത്തയില്ല. അപ്പോൾ ആ തികച്ചും തെറ്റായ നമ്മളെ കോർപ്പറേഷനെ ഇടിച്ചു താഴ്ത്തുന്നതിന് ഉള്ള ഒരു വാർത്തയാണ് അവരന്ന് കൊടുത്തിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ ഒരു നിയമ നടപടിയിലേക്ക് തന്നെ കോർപ്പറേഷൻ പോകുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. പറഞ്ഞതുപോലെ ബഹുമാനനായ മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ ഇവിടെ ഈ സ്ഥാപനത്തോട് തൊട്ടടുത്താണ് കോർപ്പറേഷൻ നിലനിൽക്കുന്നത്. ഇവിടെ വന്നൊന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ പോലും അവരാരും തയ്യാറായിട്ടില്ല. പത്രധർമ്മത്തിനെതിരാണ്. ഇതിൽ ഇത്തരം വാർത്തകൾ വന്നപ്പോൾ പോലും വാർത്തകൾ സാധാരണഗതിയിൽ കോർപ്പറേഷനെതിരെ ഒരു വാർത്ത വരുമ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ കൂടി ബന്ധപ്പെട്ട അധികാരികൾ വിളിച്ചു ചോദിക്കുമെന്നുള്ളതാണ്. എന്നാൽ അത്തരം സംഗതികൾ വിളിച്ചു ചോദിച്ചില്ല എന്ന് മാത്രമല്ല, ഇത്രയും വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ചാനലിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഉദ്ഘാടനം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മേയറായ ഞാൻ പറയുന്നു ഉദ്ഘാടനം കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവർ തീരുമാനിക്കുന്നു ഉദ്ഘാടനം കഴിഞ്ഞു, നമുക്ക് നിങ്ങളുടെ പ്രതിപക്ഷ ഓപ്പോസിഷൻ ലീഡർ നമുക്ക് ബൈറ്റ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ തെറ്റായ വാർത്തകൾ, തെറ്റായ ധാരണകൾ വെച്ച് വാർത്തകൾ കൊടുക്കുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിന് ഭൂഷണമല്ല എന്നുള്ളത് തന്നെയാണ്. ആ പൊളിറ്റിക്കൽ അജണ്ട നമ്മൾ തിരിച്ചറിയുന്നു. കൃത്യമായും ഇപ്പോൾ പ്രത്യേകിച്ച് ഇലക്ഷൻ എടുക്കാൻ പോകുന്നു. ഇവിടെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞതുപോലെ ഇലക്ഷൻ എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് പ്രദേശത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക. ശരി, മാധ്യമ സ്ഥാപനം അത് ഏറ്റെടുക്കണോ എന്നുള്ളതാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം അതിൻ്റെ ഫലമായിട്ടാകാം ഇത്തരത്തിൽ വാർത്തകളുമായി അവർ ഇറങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും വളരെ സുതാര്യമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രതിപക്ഷത്തിന് പോലും കാര്യമായിട്ടൊന്നും പറയാനില്ലാത്ത കൗൺസിലുകളിൽ വളരെ കൃത്യമായി നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ്. കൗൺസിൽ പോലെ അവർക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയാത്ത ആളുകൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ സമരവുമായി അനിശ്ചിതകാല സമരവുമായൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനാണ് അനിശ്ചിതകാല സമരമെന്ന് അവരോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല എന്നുള്ളതാണ്. ബന്ധപ്പെട്ട കൗൺസിലർമാർ ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ ഉത്തരമില്ല. കാരണം ബയോമൈനിങ് ചേലോറയിലെ അഴിമതി എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചതാണ്. എങ്ങനെയാണ് കൂടുതൽ നിരക്ക് കോട്ട് ചെയ്ത ആളെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്ക്, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒരു എം ക്യൂബിന് ഏറ്റവും കുറഞ്ഞ നിരക്ക് 610, ഒരു എം ക്യൂബിന് 610 രൂപ വെച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിന് ടെൻഡർ കൊടുത്തപ്പോൾ അതെങ്ങനെയാണ് അഴിമതി എന്ന് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നില്ല.
ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടായത് അവരെടുത്ത ബയോമൈനിങ് ചെയ്ത് നീക്കിയ സാധനങ്ങളിൽ അവർ 78,000 MQ നീക്കി എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അത് പരിശോധിച്ചപ്പോൾ 23,000 മാത്രമേ നീക്കിയിട്ടുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഈ 78,000-ന് ആനുപാതികമായി അവർക്ക് കൊടുക്കേണ്ട തുകയുടെ നേർപകുതി മാത്രമേ ആ സമയത്ത് ബില്ലായി കൊടുത്തിട്ടുമുള്ളൂ. പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല. അവരുടെ എഗ്രിമെൻ്റ് പുതുക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞ 2 കൗൺസിൽ മുമ്പേ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരുടെ സാധന സാമഗ്രികളൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുമുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് അവരെ വഴിവിട്ട് സഹായിച്ചു എന്ന് പറയാൻ സാധിക്കുക? പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടാൽ പിന്നെ അവിടെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു ബയോമൈനിങ് സംവിധാനമായിരിക്കും നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ നടന്നിരിക്കുക. അപ്പോൾ അതൊന്നും നടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഉത്തരവാദപ്പെട്ട കരാറുകാരനെ അടക്കം ഭീഷണിപ്പെടുത്തി കരാറിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ആ കരാറുകാരൻ പണിയെടുക്കാൻ പോലും നേരത്തെ വളരെ ഭംഗിയായി പണിയെടുത്തിരുന്ന കരാറുകാരൻ പണിയെടുക്കാൻ പോലും തയ്യാറാകാത്തൊരവസ്ഥയിലൊക്കെ എത്തി നിൽക്കുന്നത്. ഇതൊക്കെ അവിടെ പൂർത്തീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യം ദുഷ്ടലാക്ക് മറുഭാഗത്തുണ്ട്. അത് കൃത്യമായി ഭീഷണി രൂപത്തിലൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സമാന ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനാണ്. 1.7 കോടി രൂപ അധികം കൊടുത്തു എന്നുള്ള ഓഡിറ്റ് ഒബ്ജക്ഷനാണ്. അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. സമാനമായ ഓഡിറ്റ് ഒബ്ജക്ഷൻ കൊച്ചി കോർപ്പറേഷനിലുണ്ട്. ബ്രഹ്മപുരത്തെ ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട് 9.45 കോടി രൂപയുടെ ഓഡിറ്റ് ഒബ്ജക്ഷനാണ് ഉണ്ടായത്. ആ ഓഡിറ്റ് ചർച്ചയിൽ അവിടുത്തെ മേയർ പറഞ്ഞത് അത്തരം വിഷയങ്ങൾ ഓഡിറ്റിന് മറുപടി കൊടുത്ത് പരിഹരിക്കുമെന്നാണ്, മറുപടി കൊടുക്കുമെന്നാണ്. അതേപോലെ തന്നെ നമ്മൾ വളരെ കൃത്യമായി ഓഡിറ്റിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ ആഹാ എന്നും ഇവിടെ ആകുമ്പോൾ ഓഹോ എന്നും ആയിപ്പോകുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രയാസം. അത്തരത്തിൽ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംഗതികളും വളരെ സുതാര്യമായിട്ട് തന്നെയാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. ഒരു കാരണവശാലും ആർക്കും നമ്മൾ വഴിവിട്ട് സഹായങ്ങൾ ചെയ്തിട്ടില്ല. ഇവിടെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഓഡിറ്റിൻ്റെ വിഷയങ്ങൾ നിരന്തരം ഓരോ ദിവസവും പത്രത്തിൽ വരുന്നതാണ്. ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് വാട്ടർ പ്യൂരിഫൈയുമായി ബന്ധപ്പെട്ടതാണ്. 1.5 കോടി രൂപയുടെ പദ്ധതി, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്ത വാട്ടർ പ്യൂരിഫയർ. അതിൽ ഏറ്റവും വലിയ പ്രയാസമെന്ന് പറയുന്നത് ആ പ്യൂരിഫയർ വെച്ച് അതിൽ നിന്ന് വരുന്ന വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തി എന്നുള്ളതാണ്. ശുദ്ധമായ കുടിവെള്ളം നൽകാൻ വേണ്ടി സംവിധാനിച്ച ആ സംവിധാനത്തിൽ നിന്നും അത് പരിശോധിച്ചപ്പോൾ ഓഡിറ്റ് അവിടെ അതാണ് പറഞ്ഞത്, മറ്റ് സാമ്പത്തിക വിഷയമല്ല. അപ്പോൾ വെച്ച സാധനം അത് ശരിയായ രീതിയിലല്ല, അതിൽ നിന്നും കോളിഫോം ബാക്ടീരിയ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ അതൊന്നും ഒരു ചർച്ചയാകാതിരിക്കാൻ അത് ഒരുപാട് വിഷയങ്ങൾ പിന്നെ ടെൻഡറില്ലാതെ നേരിട്ട് ഇപ്പോൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെ പങ്കാളിത്തമുള്ള കാർട്ടൺ ഇന്ത്യ കമ്പനിക്കുമായി ബന്ധപ്പെട്ട് വഴിവിട്ട് കൊടുത്ത പല ടെൻഡറുകളും അതൊക്കെ ഓഡിറ്റിൽ വളരെ കൃത്യമായി പരാമർശിച്ചിരിക്കെ അതൊന്നും പൊതുജന മധ്യത്തിൽ ചർച്ചയാവാതിരിക്കാൻ വേണ്ടി ഒരു സമര പ്രഹസനവുമായി ഇവിടെ ഇടതുവശം ഇറങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ പിന്നെ വാഹന ജാഥ നടക്കുന്നു, അതുപോലെ പിന്നെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രഹസനമാണെന്ന് പൊതുജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. പൊതുജനങ്ങൾ വിവരമുള്ളവരാണ്, പഴയ പോലെയൊന്നുമല്ല. ഇന്ന് അവർ ചൈനയിൽ പോയി നോക്കൂ, അവിടെ അങ്ങനെ കാണുന്നില്ലേ, ക്യൂബയിൽ പോയി നോക്കൂ, അവിടെ അങ്ങനെ കാണുന്നില്ലേ എന്ന് പറയുമ്പോൾ ഇന്ന് ഓൺലൈനിൽ www.china എന്നടിച്ചാൽ ചൈനയിലെ എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പാകെ വരും. അങ്ങനെ ആളുകളെ പറ്റിക്കാൻ പറ്റുന്ന, പഴയ കാലത്തുള്ളതുപോലെ ആളുകളെ പറ്റിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഈ ആധുനിക കാലഘട്ടത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് സൂചിപ്പിക്കേണ്ടത്. ഇപ്പോൾ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ സപ്ലിമെൻ്ററി എഗ്രിമെൻ്റ് വെക്കുന്ന സമയത്ത് ആ സപ്ലിമെൻ്ററി എഗ്രിമെൻറ്റിൽ കൃത്യമായി പറഞ്ഞത് നമുക്ക് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് ലഭിച്ച് പ്രവൃത്തി തുടങ്ങിയാൽ 2 മാസത്തിനകം പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത്. അത് കരാറുകാരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ ഡിലേ ഉണ്ടായാൽ നഷ്ടോത്തരവാദിത്തമൊക്കെ അദ്ദേഹത്തിനാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും. അതുപോലെ നമുക്ക് അമൃത് 1-ൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അമൃത് 1-ൻ്റെ എക്സംഷൻ ഡിസംബർ 2025 ഡിസംബർ വരെ ലഭിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. അയക്കും, തീർച്ചയായിട്ടും.
അല്ല അതാണല്ലോ ഞാൻ അവരെ ശീലമാണ്, അത് അവരെ പറഞ്ഞത്. ശീലമാണ്, നമുക്കതറിയില്ല കാരണം കൊച്ചി കോർപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ സോണ്ട കമ്പനി നമ്മുടെ അടുത്ത കൗൺസിലിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. കൊച്ചി കോർപ്പറേഷനിൽ സോണ്ട കമ്പനിക്ക് അവർ എഗ്രിമെൻ്റ് ഇല്ലാതെ നേരിട്ട് കൊടുത്തതാണ്. ബയോ മൈനിങ്ങിന് നേരിട്ട് കൊടുത്തു. 54 കോടി രൂപയ്ക്കാണ് അവിടെ കൊടുത്തത്. 22 കോടി രൂപയ്ക്ക് അവർ മറിച്ചു കൊടുത്തു. ഈ സോണ്ട കമ്പനി ആരുടേതാണെന്ന് നോക്കണം. മുൻ LDF കൺവീനറായിരുന്ന വൈക്കം വിശ്വൻ്റെ മകളുടെ ഭർത്താവിൻ്റെതാണ് സോണ്ട കമ്പനി. അപ്പോൾ ഈ സോണ്ട കമ്പനിക്ക് യാതൊരു എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഇല്ലാതെ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഉത്തരവിലൂടെ 54 കോടി രൂപയ്ക്ക് പിന്നെ കരാർ കൊടുത്തപ്പോൾ അവരത് മറിച്ച് 22 കോടി രൂപയ്ക്ക് കരാർ കൊടുത്തു. അപ്പോൾ ബാക്കി തുക കൈയിട്ട് വാരിയത് ആരാണ്? ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ തന്നെയല്ലേ? ഇവിടെയും ഇതേപോലെ സോഡ കമ്പനിക്ക് ഈ തരത്തിൽ പിന്നെ ഫസ്റ്റ് ആദ്യത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞ ലതാ മേയറായ സമയത്ത് അഡ്വാൻസ് കൊടുത്തിരുന്നു 68 ലക്ഷം രൂപ. അതുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന കൗൺസിൽ ചർച്ചയുണ്ട്. തിരിച്ചു പിടിക്കാൻ വേണ്ടി ആർബിട്രേറ്ററെ നിയമിക്കാൻ വേണ്ടി ചർച്ചയുണ്ട്. കാരണം അവർ ഈ സോഡ കമ്പനി ഏറ്റെടുക്കുകയും പ്രവൃത്തി പൂർത്തീകരിക്കാതിരിക്കുകയും പിന്നീട് 6.5 കോടിക്ക് എടുത്ത കരാർ പൂർത്തീകരിക്കണമെങ്കിൽ 21 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ അവരുടെ കരാർ റദ്ദാക്കുകയും കൗൺസിൽ തീരുമാനപ്രകാരം റദ്ദാക്കുകയും സർക്കാരിൻ്റെ അനുമതിയോടുകൂടി പുതിയ ടെൻഡർ വിളിക്കുകയും നിലവിലുള്ള റോയൽ വെസ്റ്റേൺ അതുപോലെ ജൻ ആധാർ കമ്പനിക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ടെൻഡർ കൊടുക്കുകയും ചെയ്തു. ടെൻഡർ വിളിച്ചിട്ട് കൊടുത്തതാണ്. 38% ബിലോ വിളിച്ചുകൊണ്ടാണ് അവർ കരാറെടുത്തത്. അല്ലാതെ നമ്മൾ നേരിട്ട് ഒരിക്കലും സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം നേരിട്ട് കൊടുത്തതല്ല. ഓപ്പൺ ടെൻഡർ വിളിച്ച് ഓൺലൈൻ ടെൻഡർ വിളിച്ച് കരാറെടുത്ത പ്രവൃത്തിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അഴിമതി? അവിടെ ചെയ്തത് അഴിമതിയല്ലേ? അഴിമതി ആവാതിരിക്കുകയും ഇവിടെ സുതാര്യമായി ചെയ്തത് അഴിമതി ആവുകയും എങ്ങനെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സമരം അവര് പ്രഹസനമാണ്, ജനങ്ങൾക്ക് ബോധ്യമാകും. അത് മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്തകൾ മാധ്യമങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾ അത് മനസ്സിലാക്കും. വളരെ സുതാര്യമാണല്ലോ. അത് മാത്രമല്ല അതൊരു രാഷ്ട്രീയപരമായി ആ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടുത്തെ UDF സംവിധാനം അതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടും. ഏത് അതെ മൾട്ടി ലെവൽ കാപ്പ് അനന്തമായി നീട്ടിയത് സർക്കാരിലെ കാരണക്കാർ നമ്മളല്ലല്ലോ. റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് ഒരു വിഷയത്തിൽ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ കൊടുത്തിട്ട് 8 മാസം കഴിഞ്ഞ് ഒരു പാനൽ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അതിന് ബന്ധപ്പെട്ട റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് തരാൻ 8 മാസം എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദി ആരാണ്? എത്ര തവണ നമ്മൾ തിരുവനന്തപുരത്ത് പോയി മേയർ എന്ന രീതിയിൽ അതുപോലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ എത്ര തവണ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഇതിൻ്റെ ഉത്തരവ് വാങ്ങി വരേണ്ടി വരുന്നത്? എന്തൊരു ഗതികേടാണ് ഞങ്ങൾക്കത്. ശരിക്കും ഒരു നമ്മൾ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തമാണല്ലോ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് കൊടുത്താൽ അത് അംഗീകരിച്ച് തരിക എന്നുള്ളത്. പക്ഷെ അത് തരാതെ നീട്ടിക്കൊണ്ട് പോവുകയും അത്തരം കാര്യങ്ങൾ നമുക്ക് നിരന്തരം തിരുവനന്തപുരം പോകേണ്ടി വരികയും 8 മാസം കാലതാമസം ഉണ്ടാക്കിയതിന് കാരണക്കാരൻ സർക്കാർ തന്നെയാണ്. ഇവിടെ ഞങ്ങളല്ല. ഓരോ കാര്യത്തിനും ഇപ്പോൾ നമ്മുടെ നഗര സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട 2 ടെൻഡറുകൾ നമ്മളിവിടെ എടുത്തു. അത് ടെൻഡറിൽ എബവ് ആയതുകൊണ്ട് ചീഫ് എഞ്ചിനീയറുടെ പെർമിഷൻ കൊണ്ട് നമുക്ക് വേണം. അത് കഴിഞ്ഞ ഡിസംബറിൽ എഗ്രിമെൻ്റ് ആയതാണ്, ടെൻഡർ ആയതാണ്. പക്ഷേ നമുക്ക് എഗ്രിമെൻ്റ് വെക്കണമെങ്കിൽ 10% എബവ് ഉള്ളത് കൊണ്ട് ചീഫ് എഞ്ചിനീയറുടെ അനുമതി വേണം. ആ അനുമതിക്ക് അയച്ചിട്ട് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. ഒന്നിൻ്റെ കിട്ടിയത്. ഇത്രയും 3 മാസത്തോളം കാലതാമസം ഉണ്ടാക്കിയത് ആരാണ്? ഇത്തരം വികസന കാര്യങ്ങളിൽ അനിശ്ചിതമായി കാലതാമസം ഉണ്ടാക്കുന്നത് തന്നെയാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടെ തടസ്സപ്പെടുന്നത്. അതിന് കാരണക്കാരൻ ഉദ്യോഗസ്ഥ വിഭാഗമാണ്. പ്രധാനപ്പെട്ട ഇവരൊക്കെ നിയന്ത്രിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ നിയന്ത്രിക്കുന്ന സർക്കാർ തന്നെയാണ്. ഇവർ സ്വന്തം മലർന്നു കിടന്ന് തുപ്പുകയാണ് ഇവിടെ ഇടതുപക്ഷം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ബന്ധപ്പെട്ട ആളുകൾ ഇതിക്ക് നേരെ തന്നെയാണ് ഈ മലർന്നു കിടന്ന് തുപ്പുക എന്താ സംഭവിക്കാന്നല്ല, അവരെ മേക്ക് തന്നെയാണ് ഇത് പതിക്കുക എന്നുള്ള ബോധ്യം അവർക്കില്ല എന്നുള്ളതാണ്. 155 പ്രവൃത്തി പൂർത്തീകരിക്കുന്നതനുസരിച്ച് പണി അവിടെ ബാക്കിയുണ്ട്. അത്ര അവിടെ ട്രാൻസ്ഫോമർ വരാനുണ്ട്. അതിന്റെ പൈസ എല്ലാം പദ്ധതി എല്ലാത്തിനും റിവേഴ്സ്ഡ് ആയിട്ടുണ്ട്. NOCയുടെ കാലതാമസം മാത്രമാണ് ഇത്രയും ഡിലേ ഉണ്ടായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം സപ്ലിമെൻ്ററി എഗ്രിമെൻറ്റ് വെച്ച് പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോയാൽ അവിടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു, കാണാവുന്നതേ ഉള്ളൂ. അമൃത് പദ്ധതിയിലെ പ്രവൃത്തി ഫിനാൻസുകളുണ്ട്. അമൃത് പദ്ധതി നമുക്ക് ഏതാണ്ട് പൂർത്തിയായി വരുന്നുണ്ട്. ഏതാണ്ട്
ഡിസംബറോടുകൂടി 2025 എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. 2025 ഡിസംബറോടുകൂടി അമൃത് 1 എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കും. പിന്നെ അമൃത് 2 പ്രൊജക്റ്റ് ഉണ്ട്, അത് 2026 എൻ്റെ കാലാവധി. അമൃത് 2 കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രൊജക്റ്റുകൾ നടന്നു. കുടിവെള്ളത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, ഹൈക്കോടതി ഉത്തരവ് പ്രകാരം എന്നുള്ള. അത് നടപടി എടുക്കേണ്ടത് പോലീസാണ്. കാരണം ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവാണ് തദ്ദേശ സ്ഥാപനം നടപ്പിലാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഉത്തരവ് സർക്കാരിൻ്റെ അതുപോലെ ബന്ധപ്പെട്ട കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാനാണ് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം, ബാധ്യത. ബാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റായി നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണ്. പോലീസ് നിഷ്ക്രിയമായാൽ പലതും സംഭവിക്കും. ഇത് കഴിഞ്ഞാൽ അതുണ്ട്. അവിടെ ബഹുമാനായ MP യുടെ ഒരു പ്രൊജക്റ്റ് അവിടെ ഉണ്ട്. അവിടെ പിന്നെ ടോയ്ലറ്റ് സൗകര്യം അടക്കമുള്ള ബസ് ഷെൽട്ടറുണ്ട്. പക്ഷേ അത് പിന്നെ പൂർത്തിയായാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. MLCP വർക്ക് പൂർത്തിയായാൽ താൽക്കാലികമായി ഇത്ര വിഷയത്തിൽ നമുക്ക് ഇതിൻ്റെ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. അടുത്ത് തന്നെ താൽക്കാലിക സംവിധാനം ചെയ്യാമെന്ന് വിചാരിക്കും. അതെ, നല്ല മഴയും നല്ല വെയിലും. അവിടെ സ്ഥല ലഭ്യതയില്ല. അവിടെ നിലവിലുള്ള സ്ഥിരം സംവിധാനം ഒരുക്കണമെങ്കിൽ നിലവിലുള്ള ബങ്കുകളെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അത് ഈ പറഞ്ഞതുപോലെ മൾട്ടി ലെവൽ കാർ പാർക്കിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ബഹുമാന MP യുടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങൾ കൗൺസിൽ തീരുമാനിച്ചതിന് ശേഷം അത്തരം കാര്യങ്ങൾ ചെയ്യും. താൽക്കാലിക സംവിധാനം ചെയ്യാവുന്ന അത് ആലോചിച്ചിട്ടുണ്ട്, അത് പെട്ടെന്ന് ചെയ്യും. ശരി തന്നെയാണ്. പക്ഷെ അത് ഒരു പ്രവൃത്തി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒരു പ്രവൃത്തി നടക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് പ്രയാസമുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും കുടിവെള്ളം എന്നുള്ള പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് ആളുകൾ, ജനങ്ങൾ പ്രയാസപ്പെട്ട് റോഡുകൾ മുഴുവനും വെട്ടിപ്പൊളിക്കേണ്ടി വന്നിട്ടുണ്ട്. ജനങ്ങൾ ദുരിതത്തിലായി പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ പ്രവൃത്തി കഴിഞ്ഞു, അതിൻ്റെ റെസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് പോലും അവർക്ക് നേരത്തെ കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൃത്യമായി കുടിവെള്ളം ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആശ്വാസം, സന്തോഷം അത് വേറെ തന്നെയാണ്. ഒരു വലിയ വികസന പ്രവർത്തനം നടക്കുമ്പോൾ ചെറിയ രീതിയിൽ ജനങ്ങൾ പ്രയാസപ്പെടേണ്ടി വരും എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടെ ഇവിടുത്തെ സംവിധാനം അനുസരിച്ച് അത്രയേ ചെയ്യാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ്. അല്ല, ജീവനക്കാരൻ നമ്മുടെ പ്രിമൈസസിൽ അത് ഒരു കരാറുകാരന് കൈമാറിയ സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ വൃത്തിയാക്കാൻ വേണ്ടി പോയ കരാർ ജീവനക്കാരനെ അതുപോലെ കോർപ്പറേഷനൊക്കെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ അകത്ത് കയറുമ്പോൾ അയാൾ എന്തെങ്കിലും അവിടെ ചെയ്തു വെച്ചാൽ അതിൻ്റെ ഉത്തരവാദി തീർച്ചയായും കോർപ്പറേഷനായിരിക്കും. അത് ജസ്റ്റ് തന്റെ പെർമിഷനോടുകൂടി കയറാൻ മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. കോർപ്പറേഷൻ്റെ പെർമിഷൻ എടുത്ത് കയറിക്കൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തട്ടിക്കയറിയത് ആണ് പ്രശ്നം. വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പെർമിഷൻ എടുത്ത് മേയറുടെ സെക്രട്ടറിയുടെ പെർമിഷൻ എടുത്ത് കയറിക്കൂ എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതൊരു ജീവനക്കാരൻ്റെ ഉത്തരവാദിത്തമാണ്. അത് വളരെ ഭംഗിയായിട്ട് ആ ജീവനക്കാരൻ നിർവഹിച്ചു. അതിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നതിന് പകരം ആ ജീവനക്കാരനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അത് ബന്ധപ്പെട്ട കരാറുകാരൻ, നമ്മളിപ്പോൾ ആ സൈറ്റ് കരാറുകാരന് കൈമാറിയതാണ്. അപ്പോൾ ആ സൈറ്റിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഈ പറഞ്ഞതുപോലെ കരാറുകാരാണ്. പിന്നെ മാത്രമല്ല, ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ മൂക്കിൻ തുമ്പത്താണ് ആ സ്ഥാപനം ഉള്ളത് എന്നുള്ളതാണ്. അവിടെ നിരന്തരമായി പോലീസ് അതിന് മുന്നോടിയിൽ പോകുന്നു. നമ്മൾ നിരന്തരം പരാതിപ്പെട്ടിട്ടും പലതവണ നമ്മൾ പരാതി പറഞ്ഞിട്ട് പോലീസിനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടും കത്ത് കൊടുത്തിട്ടും ഒന്നും പോലീസ് അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഒരു കാര്യം കൂടി പറയാം, ഇത് ക്രമസമാധാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ഡ്യൂട്ടിയല്ലേ. അല്ല, അവിടെ ഒരു കൊലപാതകം നടന്ന് തൊട്ട് അറിയാലോ കുറച്ച് മുമ്പേ. അതിന്റെ പേരിൽ നമ്മൾ തന്നെ കോർപ്പറേഷൻ താല്പര്യം എടുത്ത് MP യുടെ ഒരു ഫണ്ട് ഉപയോഗിച്ച് അവിടെ ക്യാമറ വെച്ചു. ഞങ്ങളെ ഭാഗത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമ്മോറൽ അതെല്ലാം നടക്കുന്നത് പോലീസിന്റെ പണിയെന്ന്. പിന്നെ പോലീസ് അതല്ലേ ചെയ്യേണ്ടത്. പോലീസ് എന്നിട്ട് കോർപ്പറേഷൻ മേലെ തട്ടിക്കയറാൻ വന്നാൽ നടക്കുന്ന കാര്യമാണ്. അത് നടക്കുന്ന കാര്യമല്ല. പോലീസ് ഡ്യൂട്ടി ചെയ്യണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അത് വരുന്നുണ്ട്. അത് നമ്മൾ പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പിന്നെ DGP അടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ DGPക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്.